പൂച്ചയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ, ഉറുമ്പിനെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ, എലിയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ, ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് മറ്റൊരു കൗതുകം നിറഞ്ഞൊരു ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് രാജസ്ഥാനിലാണ് ഇത്തരമൊരു വിശേഷമുള്ളത്. രാജസ്ഥാനിലെ മരുഭൂമിക്കിടയിലൂടെ ജോധ്പൂർ പാലി ദേശീയപാത. ഈ ദേശീയപാതയിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ആർക്കും അവരെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച അവിടെ കാണാൻ സാധിക്കും. ഈ ആധുനിക യുഗത്തിലും ശാസ്ത്രത്തിന് ഉത്തരം നൽകാനാകാത്ത ഒരു നിഗൂഢത, അത് ഭക്തിയുടെ പരിവേഷം അണിഞ്ഞ് നിലകൊള്ളുന്നത് കേവലം വെറും ക്ഷേത്രമല്ല, ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിനെ ദൈവമായി കാണുന്ന ഓം ബന്നയുടെ പുണ്യസങ്കേതമാണ്. 35 വർഷങ്ങൾക്കപ്പുറം ഒരു തണുത്ത രാത്രി നടന്ന ഒരു അപകടം, ദാരുണമായ അപകടം. ആ അപകടത്തിൽ നിന്നാണത്രേ ഈ കഥ. 1988 തന്റെ പ്രിയപ്പെട്ട റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ യാത്ര ചെയ്യവേ അപകടത്തിൽപ്പെട്ട് മരിച്ച ഓം സിംഗ് റാത്തോഡ് എന്ന യുവാവിന്റെ ആത്മാവ് ഇന്നും ആ പാതയിലൂടെ കടന്നു പോകുന്ന ഓരോ യാത്രക്കാരന്റെയും കാവലാണത്രേ. അങ്ങനെയാണ് അവിടെ അവരുടെ വിശ്വാസം. മരണശേഷം പോലീസ് പിടിച്ചെടുത്ത സ്റ്റേഷനിൽ ചങ്ങലക്കിട്ട ബുള്ളറ്റ് ബൈക്കർ രാത്രിയുടെ യാമങ്ങളിൽ ആരും അറിയാതെ ലോക്കപ്പിൽ നിന്നും അപ്രത്യക്ഷമായി എന്നും അപകടം നടന്ന അതേ സ്ഥലത്ത് തിരിച്ചെത്തിയത് ഒരു നാടിനെയാകെ നടുക്കിയ സംഭവമായിരുന്നു എന്നുമാണ് പറയുന്നത്. പെട്രോൾ ടാങ്ക് ശൂന്യമാക്കിയിട്ടും ചങ്ങലകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയിട്ടും ആ ബൈക്ക് ഓരോ പ്രഭാതത്തിലും അദൃശ്യമായതോ ശക്തിയാൽ അപകട സ്ഥലത്ത് എത്താറുണ്ട്. മനുഷ്യശക്തിക്കും യുക്തിക്കും അപ്പുറമുള്ള ഈ പ്രതിഭാസം ഒടുവിൽ അധികാരികൾ പോലും അവിടെ ശിരസ് നമിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ ഹൈവേയുടെ അരികിൽ ഓം ബന്ന എന്ന ബുള്ളറ്റ് ബാബയുടെ ക്ഷേത്രം ഉയർന്നത്. ഇന്ന് ആ പാതയിലൂടെ കടന്നു പോകുന്ന ഡ്രൈവർമാർ ഓം ബന്നയുടെ അനുഗ്രഹം തേടാതെ മുന്നോട്ട് പോകാറില്ല. ബുള്ളറ്റിന്റെ രൂപത്തിലുള്ള ആ ദൈവത്തിന് മുന്നിൽ അവർ വളകളും കുങ്കുമവും പൂക്കളും ഒക്കെ അർപ്പിക്കാറുണ്ട്. തന്റെ മരണത്തിന് കാരണമായ ആ പാതയിൽ മറ്റൊരാൾക്കും അകാല മൃത്യു സംഭവിക്കരുത് എന്ന ഓം ബന്നയുടെ കാരുണ്യമാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത് അത്രേ. വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ ആ യന്ത്രം കേവലം ഒരു വാഹനമല്ല, മറിച്ച് ആപത്തുകളിൽ നിന്ന് തങ്ങളെ കാത്തുരക്ഷിക്കുന്ന ദിവ്യ ചൈതന്യമാണ് എന്നവർ വിശ്വസിക്കുന്നു. എന്തായാലും പലതരത്തിലുള്ള ക്ഷേത്രങ്ങൾ, പലതരത്തിലുള്ള പ്രതിഷ്ഠകൾ നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ ആ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള കഥകൾ വായിക്കാറുണ്ട്, ഐതിഹ്യങ്ങൾ വായിക്കാറുണ്ട്, വിശ്വാസങ്ങൾ വായിക്കാറുണ്ട്. എന്നാൽ ഇവിടെ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ പേരിൽ ഇങ്ങനെ ഒരു കഥ നിലനിൽക്കുന്ന ഒരു അപൂർവം ക്ഷേത്രമാണ്. അതിനെ അന്ധവിശ്വാസം എന്ന് തള്ളിക്കളയാതെ തന്നെ അവിടത്തുകാർ അല്ലെങ്കിൽ ആ വഴി കടന്നു പോകുന്ന ഓരോ ഡ്രൈവർമാരും ഒക്കെ അത്രയും പരിപാവനതയോടെ ആ ക്ഷേത്രം കാണുന്നു എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തെ അത്രമാത്രം അവർ ഉൾക്കൊള്ളുന്നു എന്നത് തന്നെയാണ്. ഇനി ഈ ഒരു കഥ ഇങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ, പ്രേക്ഷകർക്കിടയിൽ പങ്കുവയ്ക്കുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നു ഉണ്ടാകാം. ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കലല്ല, മറിച്ച് ഒരു കൗതുകത്തിന്റെ പേരിൽ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ച ഒരു ക്ഷേത്രത്തിന്റെ ഒരു വിശേഷമാണ്. ഇത്തരത്തിലുള്ള നിരവധി വിചിത്രങ്ങളായ കഥകൾ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടാകാം. പലതരം വിശ്വാസങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ അതൊക്കെ ഒരു അന്ധവിശ്വാസം എന്ന രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നതും ഉണ്ടാകും. അതും തള്ളിക്കളയുന്നില്ല. എന്തായാലും ഇതിലൊരു കൗതുകം തോന്നി. ആ കൗതുകം തോന്നിയതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഈ രാജസ്ഥാൻ മരുഭൂമിയിലുള്ള ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി ആ ഒരു പരിസരത്തു കൂടി ഈ ഒരു ദേശീയപാതയിലൂടെ പോകാൻ സാധിക്കുന്നവരൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഈ ക്ഷേത്രത്തിൽ പോവുക, ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മസ്.